ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി അരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കൂ നിന്റെ മഹത്വമുദീക്കൂ നിന്നെ പ്രസവിക്കാമറിയാമോ നിന്റെ സാമുഖ്യയുഹാനോനോ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാതാവ് വിശുദ്ധന്മാരിൻ നിവതൻ പ്രാർത്ഥനയായി വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി വൃതിരഹിതാകാരുണ്യതാൻ മാതൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലശുല്യ നീവയുള്ള ദൈവജഗത്രീ കന്യകമറിയാന്നു ഞങ്ങൾ ജീവനഴും സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയലായിസോൻ 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 പൗലോസ്ലീഹാ ധന്യൻ ചൊൽകട്ടേൻ ഇദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പോ പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. സ്ലീഹായുടെ അനുസൃതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീക്കുമുണ്ടായിരിക്കട്ടെ. ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വേദപ്രവൃത്തികൾ, രോഗശാന്തിക്കുള്ളവരും സഹായം ചെയ്യുവാനുള്ളവരും പരിപാലനവരും വിവിധ ഭാഷവരും എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വേദപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ. ഇത് ശ്രേഷ്ഠമായൊരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെ ദൂതന്മാർ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ വഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കയത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാനൊക്കെ വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് പ്രയോജനമില്ല. ആമീനാകായി പാർക്കുമോ. നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ
ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്നും പരിശുദ്ധാകന്യകമറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. ഞങ്ങൾ വിശ്വസിച്ച് എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേപ്പേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്ഭുതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യൗസേപ്പ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവൻ യേശു എന്ന് പേർ വിളിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകട്ടെ. പണ്ഡിത വൈദ്യാരോഗർക്കായി സൗഖ്യമിതേറ്റിടുവാൻ അധികാരം നൽകിയവരൻ വാർത്താ നിന്ന സികളത്രേ ഞങ്ങൾക്ക് ഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം യാതീർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥ നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും ഭാഷയും മാഞ്ഞുപോകാതെ നല്ല ഉന്നത്യവും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ഉത്തമനായ കർത്താവേ, നീ നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവിടുന്ന് അവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. തനിക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തൻ്റെ അടിയാറായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലമനിയാവുമോ സോതുഹായ ബാർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും
ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമാകുന്ന ദൈവം തമ്പുരാനെ, സ്നേഹപൂർവ്വമായ നിന്റെ കാരുണ്യത്താൽ എൻ്റെ കർത്താവേ, അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദയ തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽഭാന്മാരുടെയും വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും വിശുദ്ധിയുമാവുമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മാതൃതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. കർത്താവും മൗദ്ധത്തിൻ്റെ നാഥനുമാകുന്ന മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളെ തുണയ്ക്കായി നീ എഴുന്നള്ളി ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്നും വിലക്കി നീക്കി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അവിടെ നർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ലൊരന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ഇറന്മാർക്കും മാലാഖമാർക്കും അദർശനാകുന്ന പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ പുത്രൻ്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും പരിശുദ്ധ തൃത്വമാസിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ എല്ലാം വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ കർത്താവിന്റെ ശുശ്രൂഷ കൈക്കൊള്ളുകയും
അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഞാനോ ബലഹീനനും ഭാവിയും ദാസനുമാകുന്നു. ഉത്തരമായിട്ട് ദൈവത്തോട് പറയുന്നതെന്തെന്നാൽ, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രനും പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കൾ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽവാന്മാരുടെയും വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും സത്യസഭയുടെ സത്യവിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കൾ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും കരുണ ചെയ്തുകൊണ്ട് പാപിയായി നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഭദ്രയിൽ ഒൽമേലമോ ഓലം വൽമേ ബാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശവിധാനോട് സ്വന്തമുള്ളവനും സർവ്വതാത്മാന്തരമാതിരമിച്ചവനും മനുഷ്യരായ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വന്തം നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിഷ്ണുവിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് മൂന്നാം ദിവസത്തിലേക്ക് സ്രോതത്തിലേക്ക് തന്റെ പിതാവിനുള്ളതും ജീവനുള്ളവരെയും മനുഷ്യരെയും തന്റെ വിളിയോടുവാനിക്കുന്നവനും എന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും നീക്കപ്പെട്ട് സ്ത്രീപ്പെടുന്നവനും വീന്മാർ സ്ത്രീന്മാന്മാർ സംസാരിച്ചവനുമായ ജീവനും കാതോലികവും സ്ലൈയുമായ ഈ വിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാവുന്നു പറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും ലോകത്തിലെ പുതിയനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാൻ ഈതു നമസ്കാരത്തിൻ സമയം ഈതു തന്നെ കരുണാസമയം.
അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേതു കരുണയുടെയും ആലിവിന്റെയും സമയം താൻ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം. ബാറയ്ക്കുമോർ സ്തോമൻ ഗാലോസ്. കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും സമൃദ്ധിയായി നൽകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാവുകൂലസുബാലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ ബാറയ്ക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തല ഉനിക്കണം. ഞങ്ങളുടെ ദൈവമേ, തിരുവൻപാകെ ഞങ്ങൾ കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെയും അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാവുകൂലസുബാലവൽമേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ബലിമൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും എന്നാലോ ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങളോടുള്ള താല്പര്യത്തിനും പര്യാപ്തമായി ഭവിക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാവുകൂലസുബാലവൽമേ. ബാറയ്ക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിനും അണയ്ക്കുന്നു. ഈ കുർബാന സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകാജാതനായ പുത്രന്റെ കൃപയും
പരിശുദ്ധ റൂഹായുടെ സമന്തവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സോമേ കർത്താവേ, കാണുവാൻ പ്രയാസമുള്ള സംഘങ്ങളോടും എണ്ണിക്കൂട്ടുവാൻ പ്രയാസമുള്ള കൂട്ടങ്ങളോടും ആത്മീയമായി കലർന്നു നിന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും നിന്റെ പരിശുദ്ധ ശ്രോഭന്മാരെ പോലെ കാദേശ് പാടി ഉച്ചേശ്വരം നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസക്കൻ കോയേ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ ദൈവമായ നാമത്തിൽ വാഴ്ത്തപ്പെടാനാവുന്നു. ഉയരങ്ങളിൽ രക്ഷാകരമായ വർഷാനുഭവത്തിന് താൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധമായ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. ബാറേ ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയ അപ്പം വഴിയായി പാപപരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യജീവനു വേണ്ടി നമുക്ക് താൻ നൽകി. വൽഹായേ ദൽവോ ഓലം വൽമീ അപ്രകാരം തന്നെ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു. പാറേ ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയ കാസാ വഴിയായി പാപപരിഹാരപ്രദമാകുന്ന തന്റെ രക്തം നിത്യജീവനു വേണ്ടി നമുക്ക് താൻ നൽകി. വൽഹായേ ദൽവോ ഓലം വൽമീ. ഇതിന്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴൊക്കെയും ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്ന് താൻ മുൻകൂട്ടി കൽപ്പിച്ചരുളി ചെയ്തു.
ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദായികാമുകലാഭോ സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണതോ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴി എത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കവുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. എല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേ ചെയ്ത് ഉത്തമനെ ദയതോന്നി എൻ്റെ മേൽ കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പരിശുദ്ധാരോഹ ആവസിച്ചയ്യപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ ഗാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രക്തവുമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാനയിൽ അനുഭവിക്കുന്നവരായി ഞങ്ങളെ നിന്നോടുകൂടി ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ബാർക്കുമോർ ഇന്നും ഈ ആയുഷ്കാട് നമ്മുടെ ദശന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധകളെ മേച്ചുപിരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിന്ന് പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യൂസിനു വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ വന്നി പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന
എല്ലാ തിന്മപ്പെട്ടവരുടെയും വായ്കൾ അവിടുന്ന് അടച്ചു മൗനമാക്കി നീക്കി തരണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാബകൂലസുമാലവൽമേ. ബാർക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കരുന്റെ പരീക്ഷയിലാപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയോ വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയോ ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താ പാലിക്കപ്പെട്ടിരിക്കുന്ന സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യപ്രവൃത്തി ഉണ്ടാവുവാനുമായിട്ടും അവർ സുഖതമുള്ളവരായി തീരുവാനുമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേനാഥരുടെ സങ്കടത്തിനും പട്ടിണിക്കാട് നിലവിളിക്കും ശാരീരികവും മാനസികവുമായി വേദനയും പ്രയാസവും അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങൾക്കും വേഗത്തിലും എളുപ്പത്തിലും അവിടുന്ന് ഉത്തരമരുളുമാറാകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാബകൂലസുമാലവൽമേ. ബാറയ്ക്കുമോർ നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദയറായകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച് വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്ന സകലരെയും അവിടുന്ന് നീക്കി തരുമാറാകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാബകൂലസുമാലവൽമേ. ബാറയ്ക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങൾക്കും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവിനെ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും ഏവങ്കേലിയോസന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ യുഗാനോന്മാബ്ദാനായും ഷമ്മാസന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ത്രീയന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലൂസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരെയും കൃപയോടെ അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാബകൂലസുമാലവൽമേ. ബാറയ്ക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായിലും കുസ്തോന്തിനോപോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പത് സുന്നതോസുകളെയും അവയിൽ സംബന്ധിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ഊർഷ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനായ മാർ യാക്കോബും മാർ ഇഗ്നാത്യോസ് നൂറോനോയും മാർ അപ്രീമും കപ്പദോക്യായിലെ മാർ ബസേലിയോസും മാർ ഗ്രിഗോറിയോസും സ്വർണനാവുകാരനായ മാർ ഈവാനിയോസും അലക്സാന്ദ്രിയയിലെ മാർ അത്താനാസ്യോസും മാർ കൂറിലോസും മാർ ദിയസ്കോറോസും മാബൂഗിലെ മാർ പീലക്സീനോസും അന്ത്യോക്യായിലെ മാർ സേവേറിയോസും സ്രൂഗിലെ മാർ യാക്കോബും മാർ യാക്കോബ് ബുർദാനായും മാർ ബാലായും എൽദോമാർ ബസേലിയോസും പരിമലമാർ ഗ്രിഗോറിയോസും സഭാഭാസുരൻ ഗീവർഗീസ് മാർ ദീവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ശ്രേഷ്ഠ ഇടയന്മാരായി മലങ്കര സഭയെ മേയിച്ചു ഭരിച്ചവരായ എല്ലാ പരിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള സംസർഗത്തിൽ നിന്ന് ഒരു നാളും അകന്നു പോകുവാൻ ഇടയാകരുതേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാലവൽമീ ബാറയ്ക്കുമോ അരുവികളുടെയും സള്ളജലങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം മൂടി നിറാച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലമരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കർത്താവേ, ഞങ്ങളെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപങ്ങളുടെ മോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടെ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന മനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് കൊണ്ടുവരുത്തണമേ. മനസ്സോടാതെയും അറിവോടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ അവർ ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. പൊതുവായ പുനരുദ്ധാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിലെ പരമാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരെയും കൃപയോടെ അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടി സകലത്തിലെന്ന പോലെ ഈ കുർബാന വഴിയായി മൗദീകരിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബുകൂല സുബാലവൽമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
നെഹവോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അൻപുടയോ നീ നിൻ വാതിൽ നിന്നെ വിളിക്കുന്നേ നാഥ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നുദവിക്കായി ബാരിക്കുമോ കുരിയേലായിസോ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വായുകളെയും മധുരങ്ങളെയും അവിടുന്ന് തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാദേഹികളെ ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനാകുന്ന പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വേദനയും പ്രയാസവും വരുത്തുന്ന സകലത്തെയും സന്തോഷകരവും പ്രയോജനകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും അവിടുന്ന് വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തല ഊനിക്കണം. കർത്താവേ, നിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽവരങ്ങളും ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് ധാരാളമായി കവിഞ്ഞൊഴുകുമാറാകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവം ആദിമന്തവും ഇല്ലാത്തതും സാരാംശത്തിൽ സമ്പൂർണവുമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മറക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. കുതിശേ പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആയിരിക്കുന്ന പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ അമൂല്യമായ പങ്കപാടുകൾ മൂലം അതിനെ രക്ഷിച്ചുവന്ന ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നു വന്നേക്കും
വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദൈവസുധന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ചതാവന്മാരെ ഓർക്കണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീ ദൈവസുധനാശ്വാസമവർഗീടോ മൊരിയൂരാഹിമാലൈനു ആധാരേ. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേ ലോയാലെ ലോയ നിന്മലമായി രാജഭാമിനിയോ നിന്നടകരജൻ മോഹിബാൻ ഹാലേലൂയായു ഹാലേലൂയാ നിൻ ജനമോർഗായിക വിഗ്രഹവും ബാരക്കുമോ ബറോവൽറൂഹോ ഖാദീശോ മൂലം വാധാമുൽ മൂലം വൽമീനാമിൻ സർവകേശാഭാജനമേ നിന്നിലുദീശോസുതന്ത്രക്കരഞ്ഞങ്ങളിൽ അലിവാൻ തൻ അറിയാമിൻ സ്മരണ വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനുകോട്ട പാറയ്ക്കുമോ ബറോവൽറൂഹോ ഖാദീശോ ദൈവഭൃസവിത്രീ കന്യകമറിയാമീനുയരുന്നോയാറിൽ സുഖപരിമളധൂമരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളതനയെ ഞങ്ങളിലാദ്രത തോന്നിടാൻ ഏകാത്മജനോടീവൻ പോലെ തളർന്നിടുമേ ഹാലേലൂയ വളരുമവല്ലവനോൻ കാരകൾ ും അവതളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്യകളും പാരക്കുമോ മൂലം ബാദാമിൽ മൂലം മീനാമിൽ ഒരുപോലിംഗം മാറിയോഹാനോൻ മാർദോമാമോർ ഗ്രിഗോറിയോ ഉദരണമേ നിൻ പ്രാർത്ഥന നിൻ ഓമേ ഭാഗ്യസ്ലീഹർക്കും ഭാഗ്യസഹദീർക്കും പുനരുദ്ധാനദീനെ ഭാഗ്യമോ സിഹായി കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നതപദമേ മുറിയോരാകെ മലൈനോദാരേ പരിശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കത്താവോട അടികളെയും തൻ കോപത്തിൽ വടികളെയുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ.
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക് സഭ ആകമാനം, ഒരർത്ഥത്തിൽ ലോകം മുഴുവൻ തന്നെ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ആഴ്ചയിൽ ചിന്തയ്ക്കായി പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത് നീതിമാനായ യൗസേപ്പിന് ഉണ്ടായ വെളിപാടിൻ്റെ ആ ഒരനുഭവം ആയിരുന്നു. നമ്മൾ വളരെ ആഴത്തിൽ ഗൗരവപൂർവം പഠിക്കേണ്ട ഒരു കഥാപാത്രമാണ് വിശുദ്ധനായ യൗസേപ്പ്. സുവിശേഷങ്ങൾ 4 എങ്കിലും 2 സുവിശേഷകന്മാർ മാത്രമേ ജോസഫിനെ കുറിച്ചുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 2 പേർ ഉൾപ്പെടുത്തുമ്പോഴും വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചേർത്തിട്ടുമുള്ളൂ. മറ്റൊരു പ്രത്യേകത, വിശുദ്ധനായ യോസഫ് ഒരു വാക്കുപോലും സംസാരിച്ചതായി തിരുവചനത്തിൽ നമ്മൾ കാണുന്നുമില്ല. അതുകൊണ്ട് വിശുദ്ധനായ ജോസഫിന് പല വിശേഷണങ്ങളുണ്ട്. എ സൈലന്റ് സെയിന്റ്, നിശബ്ദനായ വിശുദ്ധൻ. 2, തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ കലഹിക്കാതെ തൻ്റെ പ്രതീക്ഷകൾക്കും തൻ്റെ സ്വപ്നങ്ങൾക്കും തൻ്റെ കണക്കൂട്ടുകൾക്കും ഘടകവിരുദ്ധമായി കാര്യങ്ങൾ നടന്നപ്പോഴും ദൈവസന്നിധിയിൽ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ജീവിച്ച ഒരാൾ. ദൈവത്തോടില്ല, മറിയത്തിനോടില്ല, ആരോടുമില്ല. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, കണ്ടെന്റ്മെന്റ് ഈസ് ഹാപ്പിനെസ്. സംതൃപ്തിയ സന്തോഷം, സംതൃപ്തിയ സമാധാനം. ഓർക്കണം പ്രിയമുള്ളവരെ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരാൾ, വിവാഹം നിശ്ചയിക്കപ്പെട്ടവൾ ഗർഭിണിയാണ് എന്നറിയുന്നു. ജോസഫിന് ഏതൊക്കെ വിധത്തിൽ പ്രതികരിക്കാമായിരുന്നു? പൊട്ടിത്തെറിച്ചില്ല, അധിക്ഷേപിച്ചില്ല, പരാതിയും പരിഭവവും പറഞ്ഞില്ല. ദൈവത്തിൻ്റെ മാലാഖ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി പേർവഴി ചാർത്താൻ പോകുന്നത് നമ്മളിനിയും കാണും. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊണ്ട് യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും പരിമിതമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ ആ ഒരു യാത്രയിൽ ഉള്ള ജോസഫിൻ്റെ ത്യാഗപൂർവമായ അനുഗമനം, പിന്നീട് നടക്കുന്നത്, പിന്നീട് മിസ്രൈമിലേക്കുള്ള പലായനം, കുറെ കഴിയുമ്പോൾ അവിടുന്ന് തിരികെ വരാനുള്ള പലായനം, ആരെങ്കിലുമൊക്കെ യോസഫിന് കുറ്റപ്പെടുത്താമായിരുന്നു. ഇതെല്ലാം നീ ഒരുവൾ നിമിത്തമാണ് ഞാൻ ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് എന്ന് പറയാമായിരുന്നു. ജോസഫിന്റെ വായിൽ നിന്ന് ഒരു പരാതിയും ഒരു പരിഭവവും ഉണ്ടായില്ല. അതുകൊണ്ട് ചില ചിന്തകന്മാര് ജോസഫിനെ സാധാരണക്കാരുടെ കാവൽ പിതാവെന്ന് വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക പാരമ്പര്യത്തിൽ പേട്രൺ സെയിന്റ് ഓഫ് ദി ഓർഡിനറി പീപ്പിൾ. ഈ അടുത്ത സമയത്ത് നമ്മുടെ സഭാംഗമായ ഒരു അമ്മയും മകളും എന്നെ കാണാൻ വന്നു. ഈ മകൾക്ക് ജന്മന ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ കണ്ടുടനെ ഈ സ്ത്രീയെയും ആ കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയ നമ്മുടെ സഭയിലെ ഒരംഗം
ഇവിടെയാണ് ജോസഫ് വളരെ വ്യത്യസ്തനായി നിൽക്കുന്നത്. ഒരിക്കലും ജീവിതത്തിൻ്റെ സ്വന്തം സുഖവും സ്വന്തം താല്പര്യങ്ങളും നോക്കിയ ഒരാളായിരുന്നില്ല ജോസഫ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാലാഖ കന്യകമറിയാമിൻ്റെ അടുത്ത് വന്നു. ദൈവത്തിൻ്റെ മാലാഖ സക്കറിയ പുരോഹിതന്റെ അടുത്ത് ചെന്നു. ദൈവത്തിൻ്റെ മാലാഖ ജോസഫിന്റെ അടുത്ത് വന്നു. സക്കറിയാവ് വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെയായിരുന്നു. തർക്കങ്ങൾ, ചോദ്യങ്ങൾ, വാദങ്ങൾ, തൻ്റേതായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ നൽകി. ജോസഫ് മൗനിയായി നിശബ്ദനായി നിന്നുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുകയായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധരായ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധിയിലേക്കും സമാധാനത്തിലേക്കുമുള്ള വഴി എന്ന് പറയുന്നത്, the path to holiness and peace is silence. നിശബ്ദരായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ്. ജോസഫിന്റെ ജീവിതം നോക്കിക്കൊണ്ട് പിതാക്കന്മാരും നിശബ്ദതയ്ക്ക് നൽകുന്ന വ്യാഖ്യാനങ്ങളാണ്. വിശുദ്ധിയിലേക്ക്, സമാധാനത്തിലേക്കുള്ള വഴി നിശബ്ദത, മൗനമാണ്. ലോകം ഒച്ചപ്പാടുകളുടെയും ബഹളങ്ങളുടെയും കൂടെ നിൽക്കുമ്പോൾ, ജീവിതം ഒച്ചപ്പാടുകളുടെയും ബഹളങ്ങളുടെയും ഒക്കെ ആക്കി തീർക്കുമ്പോൾ, വ്യത്യസ്തനായി വ്യതിരിക്തനായി ഒരാൾ നമുക്ക് ഉത്തമ മാതൃകയായി നിൽക്കുന്നു, ജോസഫ്. ജോസഫിന്റെ നിശബ്ദതയെക്കുറിച്ച് പറയുന്നത്, താഴ്മയ്ക്കും അനുസരണത്തിനുമുള്ള ബലം നൽകുന്നത് നിശബ്ദതയാണ്. സൈലൻസ് empowers for humility and obedience. എളിമപ്പെടുവാനും അനുസരിക്കുവാനുമുള്ള ഒരു ആത്മാവിനെ ബലപ്പെടുത്തുന്നത് നിശബ്ദതയാണ്. നിശബ്ദത ദൈവത്തെ കേൾക്കുവാനുള്ള ഒരു നല്ല അവസരമാണ്. ഇറ്റ്സ് an opportunity to listen or hear God. God communicates in silence. വിശുദ്ധനായ നിനിവയിലെ ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു പിതാവ് പറയുന്നുണ്ട്, വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ രഹസ്യമാണ് നിശബ്ദത. വാക്കുകൾ ഈ ലോകത്തിൻ്റെതാണ്, എന്നാൽ നിശബ്ദത നിത്യതയുടെയും. നിശബ്ദതയിൽ ആത്മാവ് അദൃശ്യനായ ദൈവത്തിങ്കിലേക്ക് വലിച്ച് അടുപ്പിക്കുകയും അവൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു എന്ന്. ഇത് കേവലം ബൗദ്ധികമായി ഈ പിതാക്കന്മാർ എഴുതി വെച്ച കാര്യങ്ങളല്ല. തങ്ങളുടെ സ്വന്തം ജീവിത അനുഭവത്തിലൂടെ അവരാർജിച്ചെടുത്ത ഒരു വലിയ അനുഭവങ്ങളാണ് അവരെഴുതിയിരിക്കുന്നത്. സൈലൻസ് is a mystery of the world to come. വരുവാനിരിക്കുന്ന ലോകത്തിന്റെ രഹസ്യമാണ് നിശബ്ദത. വാക്കുകൾ ഈ ലോകത്തിൻ്റെതാണ്, എന്നാൽ നിശബ്ദത നിത്യതയുടെയും. നിശബ്ദതയിൽ ആത്മാവ് അദൃശ്യനായ ദൈവത്തോട് വലിച്ച് അടുപ്പിക്കപ്പെടുന്നു. അവന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ജോസഫ് പൊട്ടിത്തെറിക്കാവുന്ന, കലഹിക്കാവുന്ന, തർക്കിക്കാവുന്ന, വാദിക്കാവുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ശാന്തതയോടെ, സൗമ്യതയോടെ, നിശബ്ദതയോടെ, ഒപ്പം ദൈവാശ്രയത്തോടെ തൻ്റെ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് ഉന്നതമായ ഒരനുഭവത്തിലേക്ക് കടന്ന ഒരാളായിരുന്നു വിശുദ്ധനായ ജോസഫ്.
ജോസഫ് പിതാവ് ഓരോ ദിവസവും അല്പസമയം ദൈവസന്നിധിയിൽ മൗനമായി ഇരുന്നു കൊണ്ട് ശക്തി ആർജിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് 61-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി, ബാക്കി പറയാമോ, മൗനമായി ഇരിക്കുന്നു. 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. ഒരു വലിയ അനുഭവമായിരുന്നു സങ്കീർത്തനക്കാരന്. എത്രയോ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ഒരാളായിരുന്നു ദാവീദ്. അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ സമാധാനവും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി അദ്ദേഹത്തിന് നൽകിയത് നിശബ്ദതയിലൂടെ ആർജിച്ചെടുത്ത ബലവും കൃപയും ആയിരുന്നു. ലോകം ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ഊന്നൽ കൊടുക്കുകയും അന്തരീക്ഷം ശബ്ദമുഖരിതമായി തീരുകയും ചെയ്യുമ്പോൾ ശാന്തതയിൽ സൗമ്യതയിൽ ബലപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ശാർത്ഥം നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലോയാലേ ലോയ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ഹാലേ ലോയ നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും പാറകുമോ മനോലം വാദാമുൽ ഓലം വൽമീനാമി ശ്രുതിയോട് ശുദ്ധ്യാപസ്കുദിശാശിച്ചുള്ള മുഖോദ്യാന ദ്വാരങ്ങൾ മാനവരോദ്വാസി ഹേണം സ്നേഹശുശ്രൂഷീശൂര വൈദികരെ പാർക്കുമോ ദേവസുധാ നിന്നെ ശുശ്രൂഷിച്ചുർവൈദികരെ നാളിൽ ഓർത്തുമുഖപ്രഭയെ കേണമേ മുറിയോറാകെ മേലൈനുകാതാരേ ആചാര്യേശാമശികാഗോദ ശ്രകളാർപ്പിച്ചോ ആചാര്യന്മാ കേകുക പുണ്യം നാഥസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ, പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. ഓലം വാദാമുല്ലോലം വൽമീനാമീൻ, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനീൻ ജീവസ്വരമതുണർത്തണമേ. കവറിനുധ്യാനത്തിനായി സ്തോമൻ കാലസ്കുറിയേലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരേറ്റു ഉയരേകൂന്നി സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം
ഒറിയോറാഹെ മലൈനു ആധാറെ മരമാതിനുയരെ കർത്താവേ. രക്ഷകനോരചേത രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ. സാൽ ശുദ്ധ്യ എന്നെ കൈ കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ. പാർക്കുമോ ഞരർദ്ധാമേ നിന്നെ പശുപ്പാ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞരർദ്ധാവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നാൾ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. ഗാത്രം ഭക്ഷണമാം രുധിരം കാസായാം അവ കൈക്കൊള്ളുവോരിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനുമുക്തി നേടാ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകെ നീ നൽകാ. പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. രക്തങ്ങൾ ഉൾക്കൊണ്ടോ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. രക്തങ്ങൾ ഞങ്ങൾക്കാചാരം തന്നതിന വിധിയിൽ നാഥ ചേർക്കരുതേ. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ കർത്താവും നീക്ക് ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ ദൃഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശങ്ങളായി തീരണമേ. ആമീൻ. നിക്ഷേപിക്കുകയാൽ ഉയരേയ നാഥ വന്ന
നീക്കും നടിയാർ സത്യം കാക്കുന്നു രുത്തമവിധിനാഥ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ അഗ്നിമായന്മാരേ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം വീഞ്ഞ നീ കാണുന്നു ആരേ മിന്നലൊടുത്തോ നോക്കുകയിലേരിയും നോടനെ അവനെ മൺമേ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം ോ വിണ്ണവരെ അഡ്രസ് പറയണം. ശ്രീപ്രധാനമാകുന്നു തലമുറകൾ തലമുറകൾ വരെ എന്നെനിക്ക് സ്തുതി. ഹാലേ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചൊരിയുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യമിറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. നദിയോ മഹിമാമുടിസ നീന്മാർക്കോ മൃദരിൽ കരുണയുമുണ്ടാക. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്നുള്ള നിന്റെ തിരുരക്തവും നിന്റെ അടിയാരാകുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ.
എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് തന്നെ ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോ നൽ ശരണം നീയേ. ഉയർവോം നീ തന്നെ ഹല്ലേലൂയ. സാധാരണ ഭക്ഷണത്തിൽ പരിചരിച്ചിരുന്ന ഞങ്ങളുടെ വായ്കളെ നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങളാകുന്ന ദിവ്യാദാനത്തിന് അർഹമാക്കി തീർത്ത ആ നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം നിന്റെ കൂടെ തനിക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വാബുകോല സുബാലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. നിന്റെ ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയ അപമാകുന്ന യേശുമിശിഹാതമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ വരവിൽ നിത്യനാശത്തിന് ഞങ്ങളെ തള്ളിക്കളയരുതേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാബുകോല സുബാലവൽമേ. വേറെ നിരുപമ കരുണ സാഗരമേ, ദിനമേതിലങ്ങേ കാർപ്പിച്ചോ ഏതിരുബലിയെ കൈകൊള്ളുക. ഭാഗ്യമഹാനിധി വാഗ്ദാത്മജൻ ഇസഹാക ധന്യശിരോർമണി യാക്കോബ് ഇവരർപ്പിച്ചൊരു ബലി പോലെ അക്ഷയതിൽ കർത്താവേ തിരുവുള്ളം ദുഷ്ടിപ്പെട്ടു നല്ല മരീശോ പുണ്യഭേ നീ പാർക്കുമോ സെലുൻ ബസ്ലോമോ ആയൻ അഭിവായ്. എൻ്റെ വാത്സല്യമുള്ളവരും സഹോദരങ്ങളുമേ, നമ്മുടെ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങളേവരും പ്രാപിച്ചിട്ടുള്ള വാഴുകളോടും അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടി പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേൻ. ആമീൻ. ദൂരസ്ഥന്മാരോടുകൂടി സമീപസ്ഥന്മാരും മരിച്ചുപോയവരോടുകൂടി ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായോടെ
റോഷ്മായാൽ മുദ്രൂതപ്പെട്ടവരുമേ, ഈ പരിശുദ്ധാതൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായി നമ്മുടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകൾ ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാനയെ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുത്താർ വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾക്കാങ്ക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധന്യമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. ഇന്ന് വിശുദ്ധ മൂന്നന്മേൽ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം നിർവഹിച്ച നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിനന്ദനായ ഡോക്ടർ യൂഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമനസിനോടുള്ള ഭക്തിയാദരവുകൾ അറിയിക്കുന്നു.